ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഫാദർ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആ, സോളമൻ അല്ലേ? അതെ. ഈ അസമയത്ത് വന്നത് ബുദ്ധിമുട്ടായോ ഫാദർ? എന്തു ബുദ്ധിമുട്ട്? ഇനിയിപ്പോ കുറച്ച് ബുദ്ധിമുട്ടിയാലും തന്നോട് എനിക്ക് നീരസം ഒന്നും തോന്നില്ലടോ. അകത്തേക്ക് വാ. ഒരു വിൻസെൻഷൻ വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ തികഞ്ഞ ഒരു അന്വേഷകനുമായിരിക്കണം. ഇതെൻ്റെ അഭിപ്രായമാണ്. മറ്റുള്ളവർ ഇത് അംഗീകരിക്കണമെന്നില്ല. താൻ അന്വേഷിക്കുന്നത് വിൻസെന്റ് ഇപ്പോൾ എന്ന മഹാനായ ഒരു മനുഷ്യന്റെ ചരിത്രമാണ്. വിശുദ്ധിയുടെ പടവുകൾ ഒന്നൊന്നായി ചവിട്ടിക്കയറിയ ഒരു ദൈവ പൈതലിന്റെ ചരിത്രം. അത് കണ്ടെത്തുന്നതിനും മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നതിനും ഞാനൊരു നിമിത്തമാവുകയാണെങ്കിൽ അത് ദൈവത്തിൻ്റെ തീരുമാനം തന്നെ ആയിരിക്കോളൂ. ഇന്ന് വിശുദ്ധന്റെ പേരിൽ ഒരുപാട് ആത്മീയ കൂട്ടായ്മകളുണ്ട് അല്ലേ? അതെ. വിൻസെൻഷ്യൻ കോൺഗ്രിഗേഷൻ ഓഫ് ദി മിഷൻ, വിൻസെൻഷ്യൻ സിസ്റ്റേഴ്സ്, അഗതികളുടെ സഹോദരിമാർ, ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി. ഈ സന്യാസ സഭകളെല്ലാം തന്നെ വിശുദ്ധന്റെ ദൈവിക ചൈതന്യത്തിൽ നിന്നും രൂപം കൊണ്ട ജീവകാരുണ്യ സംഘടനകളാണ്. മാത്രമല്ല, കേരളത്തിലെ എല്ലാ രൂപതകളിലും ദേവാലയങ്ങളിലും സെന്റ് വിൻസെന്റ് ഡി പോൾ സഖ്യം സജീവമായി തന്നെ പ്രവർത്തിക്കുന്നു. ഫ്രെഡറിക് ഓസാനമാണ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി രൂപീകരിച്ചത്. അന്ന് അദ്ദേഹം സോർബോൺ സർവകലാശാലയിലെ കേവലം ഒരു വിദ്യാർത്ഥി മാത്രമായിരുന്നു. ഞാൻ വായിച്ചു തോർക്കുന്നു. ജീവകാരുണ്യ പ്രവർത്തനത്തിൽ താല്പര്യമുള്ള കുറേ സുഹൃത്തുക്കളെ സംഘടിപ്പിച്ച് ഒസാനൻ രൂപം കൊടുത്തൊരു സംഘടന. അതിന്ന് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് നിരാലംബർക്ക് അഭയകേന്ദ്രമായി മാറുമെന്ന് അന്ന് ഒസാനം പോലും ചിന്തിച്ചു കാണില്ല. അതാടോ ദൈവത്തിൻ്റെ ഓരോരോ പദ്ധതികൾ. സത്യവേദ പുസ്തകത്തിൽ യേശുനാഥൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒന്നാമനാവാൻ ആഗ്രഹിക്കുന്നവൻ എന്നും അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമാവണം. വിശുദ്ധ വിൻസെന്റ് ഇപ്പോൾ ചെയ്തതും അതുതന്നെയാണ്. എളിയവനിൽ എളിയവനായി ജീവിച്ചു. ഫാദർ, വിശുദ്ധ വിൻസെന്റ് പോളിനെ കുറിച്ച് ഓർക്കുമ്പോൾ അങ്ങയുടെ ചിന്തകൾ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഫ്രാൻസിലെ ആ കുഗ്രാമത്തിലേക്കാണ് എൻ്റെ മനസ്സെന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. വിശുദ്ധൻ ജനിച്ചു വളർന്ന പോ എന്ന ഗ്രാമത്തിലേക്ക്. രൂപം കളിമുറ്റത്ത് വളർന്നു പന്തലിച്ച് നിൽക്കുന്ന ഓക്കുമരത്തിൻ്റെ പൊത്തിൽ വെച്ച് അതിൻ്റെ മുമ്പിൽ നിന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന കൊച്ചു വിൻസെൻ്റ് ആ ഗ്രാമവാസികൾക്ക് ഒരു പതിവ് കാഴ്ചയായിരുന്നു. പോയിലെ മാതാപിതാക്കളെല്ലാം മക്കളോട് പറഞ്ഞു, നിങ്ങളും വിൻസെന്റിനെ പോലെ ആവാം. ഞങ്ങൾ നിന്നെ എവിടെയല്ല അന്വേഷിച്ചെന്നറിയാമോ? അതെന്തിനാ എന്നെ അന്വേഷിക്കുന്നത്? നീ എപ്പോഴും
ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നിന്റെ ആടുകളെല്ലാം ആരാ നോക്കുന്നത്? എനിക്ക് പ്രാർത്ഥനയെ വരുത്. നീ കളിക്കാൻ വരുന്നുണ്ടോ? വാ. നമ്മൾ ഇങ്ങനെ നമ്മുടെ സന്തോഷം മാത്രം നോക്കിയാൽ മതിയോ? പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാതെ ഒരുപാട് ആൾക്കാർ ഇവിടെ ജീവിക്കുന്നുണ്ട്. നീ പറയുന്നത് കേട്ടാൽ തോന്നും നമ്മളെല്ലാം പ്രഭുക്കന്മാരുടെ മക്കളാണെന്ന്. നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും ഒരു പങ്കെങ്കിലും അവർക്ക് കൊടുത്താൽ മതിയെന്നേ. ഞങ്ങൾക്ക് നിന്റെ ഉപദേശം ഒന്നും കേൾക്കണ്ട. നീ കളിക്കാൻ വരുന്നുണ്ടേ വാ. ഞാൻ വരുന്നില്ല. വരുന്നില്ലെങ്കിൽ വേണ്ട. പക്ഷെ ഇനി ഞങ്ങളെ ഉപദേശിക്കാൻ വന്നിട്ടല്ലോ, നീ തല്ല് മേടിക്കും. വാടാ പോ. ആ വാ. എന്റെ കൂട്ടുകാർ എന്നെ കളിയാക്കിക്കോട്ടെ, ഒറ്റപ്പെടുത്തിക്കോട്ടെ, എന്നാലും ഞാൻ കരയില്ല. എനിക്ക് എന്റെ മാതാവ് മതി. മോനെ, അവിടെയല്ല, ദേ ഇവിടെ ഉം. ഇങ്ങനെ എഴുത്. കുറച്ചുകൂടെ വൃത്തിയായിട്ട് എഴുതടാ. ആ, ഉം. ആ, ഇനി ഇതെഴുത്. നീ എഴുത്തും വായനയും പഠിച്ച് നന്നായി. അതുകൊണ്ട് വിൻസെന്റിനെങ്കിലും ഉപകാരം ഉണ്ടായല്ലോ. കന്നുകാലികളെ മേയ്ക്കാൻ നടക്കുന്ന ഞാൻ എന്തിനാ എഴുത്തും വായനയും പഠിക്കണമെന്നാ എന്റെ കൂട്ടുകാർ എന്നോട് ചോദിക്കുന്നത്. നീ എന്നും കന്നുകാലികളെ മേച്ച് നടക്കേണ്ടവനല്ല. എന്റെ മോൻ പഠിച്ചു പഠിച്ച് വലിയ ആളാവും. അതിന് എന്നെ എങ്ങനെയാ പഠിപ്പിക്കുന്നത്? നമ്മൾ പാവങ്ങളല്ലേ. നാല് കാള, പിന്നെ കുറെ പശുക്കളും പന്നികളും, കുറെ ആടുകളും, പിന്നെ വളക്കൂറില്ലാത്ത കുറച്ച് മണ്ണും. ഇതുകൊണ്ടൊരു കുടുംബം കഴിയണ്ടേ? നമ്മുടെ 6 മക്കളിൽ ദൈവവിളിയുള്ളത് വിൻസെന്റിന് മാത്രം. വിൻസെന്റിനെ ഒരു വൈദികനാക്കണമെന്നാണ് ദൈവത്തിന്റെ തീരുമാനമെങ്കിൽ നമ്മുടെ ഈ ദാരിദ്ര്യമൊന്നും ഒരു പ്രശ്നമാവില്ലെന്നേ. പോക്കറ്റ് ആശ്രമത്തിലെ ഫാദർ സ്റ്റീഫൻ ഡീപ്പോൾ നമ്മുടെ ബന്ധുവാണല്ലോ. അച്ഛൻ പാവപ്പെട്ടവർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ, ഞാൻ അച്ഛനെ ഒന്ന് പോയി കണ്ടാലോ? വേണം. അച്ഛൻ സഹായിച്ച നമുക്കവനെ ഫ്രാൻസിസ്കൻ സന്യാസിമാരുടെ പള്ളിക്കൂടത്തിൽ അയച്ച് പഠിപ്പിക്കാം. ആ, അവിടെ ആവുമ്പോൾ 4 മൈലോളം ദൂരമുണ്ട്. ബോർഡിങ്ങിൽ നിർത്തി പഠിപ്പിക്കേണ്ടി വരും. ഫീസ് ജീൻ, നമ്മുടെ വിൻസെന്റ് നമ്മെപ്പോലെ കർഷകനാവേണ്ടവനല്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. നമ്മൾ ദാരിദ്ര്യം പറഞ്ഞ് ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല. എന്തായാലും വിൻസെന്റിനെ നമുക്ക് പഠിപ്പിക്കാം. കാശിന്റെ കാര്യത്തിൽ ദൈവം തന്നെ ഒരു വഴി കാണിച്ചു തരട്ടെ. ഫാദർ, വിൻസെന്റ് പഠിക്കാൻ മിടുക്കനായിരുന്നോ? മിടുമിടുക്കനായിരുന്നു. ജീൻ തൻ്റെ തുച്ഛമായ വരുമാനത്തിൽ നിന്ന് മിച്ചം പിടിച്ച് വളരെ കഷ്ടപ്പെട്ടാണ് വിൻസെന്റിനെ പഠിപ്പിച്ചത്. ഒപ്പം അവൻ്റെ അമ്മയും സഹോദരങ്ങളും എല്ലാ പ്രതീക്ഷകളും അവനിൽ അർപ്പിച്ച് ജോലി ചെയ്തു. വിൻസെന്റ് 1 വർഷത്തെ പഠനം പൂർത്തീകരിച്ചപ്പോൾ ജീൻ ഡീപ്പോൾ വിൻസെന്റിനെ കാണാൻ വിദ്യാലയത്തിലേക്ക് ചെന്നു. വിൻസെന്റ് ജർമ്മനും ലാറ്റിനും ഫ്രഞ്ചും നന്നായി പഠിച്ചു. ഇത്രയും സമർത്ഥനായ ഒരു കുട്ടി ഈ കലാലയത്തിലില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. അവനെ തുടർന്നും പഠിപ്പിക്കുന്നില്ലേ? ഇനി അവനെ പഠിപ്പിക്കാനുള്ള സാമ്പത്തിക ശേഷി ഞങ്ങൾക്കില്ല. അപ്പോ വിൻസെന്റ് പഠനം ഉപേക്ഷിക്കുകയാണോ? ഞാനത് അവനോട് പറഞ്ഞിട്ടില്ല. എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. അതിൽ കൂടുതലായി ദൈവത്തിനും. ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് തന്നെയാണ് വിൻസെന്റിനെ ഇത്രയെങ്കിലും പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത്. ദൈവത്തിന്റെ കാരുണ്യമുണ്ടെങ്കിൽ ഒന്നും പാതി വഴി ഉപേക്ഷിക്കേണ്ടി വരില്ല. പ്രാർത്ഥിക്കേ. ശരിയച്ചോ? ആ ഫ്രാൻസിസ്കൻ സന്യാസി പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ഒരു നിയമജ്ഞനാണ് ഈ ഡിക്കോമറ്റ്. അദ്ദേഹം വിൻസെന്റിനെ തൻ്റെ ബംഗ്ലാവിലേക്ക് വിളിപ്പിച്ചു. അന്ന്
വല്ലാത്തൊരു ആകാംക്ഷയോടെയാണ് വിൻസെന്റ് ഡിക്കോമെറ്റിന്റെ ബംഗ്ലാവിലേക്ക് പോയത്. നിന്നെ സഹായിക്കണമെന്ന് ഫ്രാൻസിസ്കൻ വൈദികർ എന്നോട് പറഞ്ഞു. പഠിക്കാൻ ഇത്രയും സമർത്ഥനായ ഒരു കുട്ടി പണമില്ലാത്തതിന്റെ പേരിൽ പഠനം ഉപേക്ഷിക്കുന്നത് ശരിയല്ലല്ലോ. എന്നെ അങ്ങേക്ക് എങ്ങനെയാണ് സഹായിക്കാൻ കഴിയുന്നത്? എന്റെ മക്കൾക്ക് ട്യൂഷൻ എടുക്കാൻ വേണ്ടി ഞാൻ വളരെ മിടുക്കനായൊരു ട്യൂഷൻ മാസ്റ്ററെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിനക്കിവിടെ ട്യൂഷൻ മാസ്റ്ററായി ജോലി ചെയ്യാമോ? ക്ഷമിക്കണം, ഒരു ട്യൂഷൻ മാസ്റ്റർ ആവുകയല്ല എൻ്റെ ലക്ഷ്യം. എനിക്കറിയാം, നീയൊരു വൈദികനാകാൻ വേണ്ടി ജനിച്ചവനാണെന്നാ ഫ്രാൻസിസ്കൻ സന്യാസിമാർ എന്നോട് പറഞ്ഞത്. നിന്റെ ബുദ്ധിയിലും ഭക്തിയിലും അവർക്ക് അത്രയ്ക്ക് മതിപ്പുണ്ട്. അതാ ഞാനൊരു ട്യൂഷൻ മാസ്റ്ററെ അന്വേഷിച്ച് അവിടെ ചെന്നപ്പോൾ അവർ നിന്റെ പേര് തന്നെ പറഞ്ഞത്. നിന്നെ ഞാൻ കോളേജിൽ അയച്ച് പഠിപ്പിച്ചോളാം. നിന്റെ എല്ലാ ചെലവുകളും വഹിച്ചോളാം. നീ ഇവിടെ താമസിച്ച് പഠിച്ചോ. ഒഴിവ് സമയങ്ങളിൽ മാത്രം ട്യൂഷൻ എടുത്താൽ മതി. അതിന് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല സർ, ഇതെനിക്ക് ദൈവം തന്ന അവസരമാണ്. വെരി ഗുഡ്. നിങ്ങൾ പോയിട്ട് ആ പുല്ലൊക്കെ ഒന്ന് പറക്കി. ചെല്ലു മക്കളെ. നീ അതിന്റെ ഇടഭാഗമൊക്കെ ഒന്ന് കിളച്ചേടാ. ഗയൻ, നീ എന്നെ ഒന്ന് സഹായിച്ചേ. ആ ഡാക്സിലെ ന്യായാധിപന്റെ വീട്ടിൽ താമസിച്ച് പഠിക്കാന്നൊക്കെ പറഞ്ഞ അതവന്റെ ഭാഗ്യം തന്നെയാ. ട്യൂഷൻ മാസ്റ്ററായിട്ട് ജോലി ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ബഹുമാനം അവന് കിട്ടും. അതാടാ ദൈവത്തിന്റെ ഓരോ കളികള്. നമ്മുടെ മുമ്പിൽ എല്ലാ വാതിലുകളും അടയുമ്പോ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ദൈവം നമുക്ക് പുതിയൊരു വാതിൽ തുറന്നു തരും. ഇനി കോളേജിലൊക്കെ പഠിച്ച് പത്രാസൊക്കെ ആയി കഴിയുമ്പോ വലിയ ഗമ കാണിക്കോ? ഒന്ന് ഓടി അവിടുന്ന്. എന്റെ മോൻ അവന്റെ നിലം മറന്ന് പെരുമാറില്ലടി. അവൻ എത്ര ഉയരത്തിലെത്തിയാലും അതൊക്കെ ദൈവത്തിന്റെ ദാനമാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് എന്റെ വിൻസെന്റിനുണ്ടടി. ഉവ്വ് ഉവ്വ്. ആ ജീൻ, ഒന്ന് പോയി അവനെ കാണും, അവന്റെ വിശേഷങ്ങൾ അറിയും. എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. ഡിക്കോമെറ്റിന്റെ ബംഗ്ലാവ് പുറത്തുനിന്ന് കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഞാൻ ഇതുവരെ അതിന്റെ അകത്തേക്ക് കയറിയിട്ടില്ല. അപ്പന് ബംഗ്ലാവിൽ പോകാൻ മടിയാണെങ്കിൽ കോളേജിൽ പോയി കണ്ടാ മതി. ആ, അത് ശരിയാ. അവനോട് വീട്ടിലേക്കൊന്ന് വരാൻ പറ. ഞങ്ങൾക്കും അവനെ ഒന്ന് കാണാലോ. പണമുണ്ടെങ്കിലേ ഇന്നത്തെ കാലത്ത് നമുക്ക് മാന്യത കിട്ടുള്ളൂ. ഡീകോമറ്റ് അല്ലേ നിന്റെ ഗോഡ് ഫാദർ? പിന്നെ നിനക്ക് പണത്തിന് എന്തത്ര ബുദ്ധിമുട്ട്? അയ്യോ, എനിക്ക് പണത്തിന് ബുദ്ധിമുട്ടുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ നീ എന്തിനാ പുറത്ത് ട്യൂഷൻ എടുക്കാൻ പോകുന്നത്? അതെങ്ങനെ നിങ്ങൾ അറിഞ്ഞു? അതൊക്കെ അറിഞ്ഞു. എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹത്തെ തന്നെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. എന്നെങ്കിലും ഞാനും ഒരു പണക്കാരനാണ്. നിനക്ക് പണത്തിനെന്താ ഇത്ര ചെലവ്? അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ജീവിതത്തിൽ ആഗ്രഹിച്ചെല്ലാം നേടണമെങ്കിൽ കഴിവ് മാത്രം പോരാ, ദാരിദ്ര്യത്തെ വെറുക്കാനും നമ്മൾ ശീലിക്കണം. എൻ്റെ ശീലങ്ങളാ എന്നെ ഒരു ധാരാളിയാക്കി മാറ്റിയത്. അതിനെ നീ ദൂർത്തെന്നോ പൊങ്ങച്ചമെന്നോ എന്തു വേണേയും വിളിച്ചോ. ഏയ്, നീ എന്തിനാ ചുമ്മാ എഴുതാപ്പുറം വായിക്കുന്നത്? നിന്നെ പോലെ വളരെ സമർത്ഥനായ ഒരാൾക്ക് ആഗ്രഹിച്ചതെല്ലാം നേടാൻ കഴിയും. പക്ഷെ അതുവരെ ഈ ഡീകോമറ്റ് നിന്റെ സഹായത്തിനുണ്ടാവുമോന്നാ എന്റെ പേടി. ഞാൻ വേറെ ട്യൂഷൻ എടുക്കുന്നത് ഡീകോമറിന് ഇഷ്ടമല്ലെങ്കിൽ എന്നെ പറഞ്ഞു വിട്ടോട്ടെ. ഈ വിൻസെന്റ് ഇതുപോലെ തന്നെ അങ്ങ് ജീവിക്കും. ആത്മവിശ്വാസം നല്ലതാ, അത് തന്നെ നിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. എടാ, അദ്ദേഹം എന്നെ അന്വേഷിച്ച് വരുന്നത് ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ മതി. അതാരാ? എൻ്റെ ഒരു പരിചയക്കാരനാ, ഒന്ന് പറഞ്ഞേര്. എന്തു വേണം? എനിക്ക് വിൻസെന്റിനെ ഒന്ന് കാണണം. വിൻസെന്റ് ഇവിടെ ഇല്ലല്ലോ. അപ്പോ വന്നത് വെറുതെ. അവന്റെ പഠിപ്പൊക്കെ എങ്ങനെ നടക്കുന്നു? അതൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോഴും ആ ഡീകോമെറ്റിന്റെ വീട്ടിൽ തന്നെയാണോ താമസം? അതെ. അതെങ്ങനെ നിങ്ങൾ അറിഞ്ഞു? എന്നോട് പറഞ്ഞിരുന്നു. ഇനി അവനെ കാണുമ്പോ വീട്ടിലേക്കൊന്ന് ചെല്ലാൻ പറയണം. പറയാം. മോനവന്റെ കൂട്ടുകാരനാണല്ലേ? അതെ. ആ, ഇതവന് കൊടുത്തേക്ക്. ഇതവന്റെ അമ്മ തന്നയച്ചതാ. വരട്ടെ.
എന്തെങ്കിലും സഹായത്തിന് വന്നതാണോ? അല്ല, വെറുതെ ഒന്ന് കാണാൻ. ബാലനായിരുന്നപ്പോൾ ജീൻ വിൻസെന്റിനെ പലപ്പോഴും പട്ടണത്തിൽ കൊണ്ടുപോകുമായിരുന്നു. അന്നും അദ്ദേഹത്തോടൊപ്പം നടക്കാൻ തന്നെ അവന് മടിയായിരുന്നു. ജീൻ അവൻ്റെ പിതാവാണെന്ന് തുറന്നു പറയാൻ പോലും അവൻ മടിച്ചിട്ടുണ്ട്. ഈ ജീൻ ഡി പോളിൻ്റെ മുടന്തും മോശമായ വസ്ത്രധാരണവുമൊക്കെ ആയിരിക്കാം അതിന് കാരണം. ഈ ഡീകോമറ്റിന്റെ സമീപനം എങ്ങനെയായിരുന്നു? സ്വന്തം പിതാവിനെ പോലെയാണ് ഡിക്കോമറ്റ് അവനോട് പെരുമാറിയിരുന്നത്. ആ വിൻസെന്റ്, നീ വന്നോ? നമുക്ക് താർപ്സിലെ ഡിഹാഴ്സ് മെത്രാനെ പോയി കാണാം. എന്നിട്ട് ആദ്യത്തെ പട്ടത്തിനുള്ള അപേക്ഷ കൊടുക്കാം. ഡാക്സിലെ മെത്രാസനം ഒഴിഞ്ഞു കിടക്കുന്നത് കൊണ്ട് എല്ലാവരും അത് തന്നെയാണ് ചെയ്യുന്നത്. ദൈവശാസ്ത്രം പഠിക്കാൻ ടുളൂസിലെ കലാലയത്തിൽ ചേരുന്നതല്ലേ നല്ലത്? അതെ, 7 വർഷം പഠിക്കണം. അന്ന് നീ ഒരു വൈദികനാകണമെന്ന് പറഞ്ഞപ്പോൾ വെറുതെ ഒരു താല്പര്യത്തിന് പറഞ്ഞതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെയാ മനസ്സിലായത് അങ്ങനെയല്ലെന്ന്. ഞാൻ ജീവിക്കുന്നത് തന്നെ അതിനു വേണ്ടിയാണ്. മനസ്സിലായി. നിന്റെ കലാലയത്തിലുള്ളവരും അത് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് പോകുന്നതിൽ അങ്ങേക്ക് വിഷമമുണ്ടോ? നിന്നെ ഞാൻ വെറുമൊരു ട്യൂഷൻ മാസ്റ്ററായിട്ടല്ല കണ്ടിട്ടുള്ളത്. അറിയാം. ഈ ഡാക്സിൽ നിന്ന് പോയാലും എന്താവശ്യമുണ്ടെങ്കിലും നിനക്കിവിടെ വരണം. അങ്ങ് സഹായിച്ചത് കൊണ്ടാണ് ഞാൻ. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ദൈവത്തിന്റെ തീരുമാനങ്ങൾ നമ്മിൽ നടപ്പിലാക്കാൻ വേണ്ടി ദൈവം ഓരോരുത്തരിലൂടെ പ്രവർത്തിക്കും. നിനക്ക് വേണ്ടി എന്നിലൂടെ പ്രവർത്തിച്ചു, അത്രമാത്രം. വാ. പട്ടങ്ങൾ കിട്ടി. ഇനി നീ എത്രയും പെട്ടെന്ന് ടുളൂസിൽ പോയി ഉപരിപഠനത്തിന് ചേരണം. ഉപരിപഠനത്തിനുള്ള പണം എങ്ങനെ ഉണ്ടാക്കും? 7 വർഷം പഠിക്കണ്ടേ? അതോർത്ത് മോൻ വിഷമിക്കണ്ടേ. പിന്നെ ആ ഡീകോമിറ്റ് നമ്മളെ സഹായിക്കാതിരിക്കില്ലല്ലോ. ജോലി ചെയ്യാതെ ഞാൻ എങ്ങനെ അദ്ദേഹത്തോട് സഹായം ചോദിക്കുന്നത്? നിനക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട. ഒരു വഴി അടഞ്ഞ 10 വഴി തുറന്നു കിട്ടും. അല്ല, അപ്പൊ അഡ്മിഷനുള്ള പണം കെട്ടണ്ടേ? അതോർത്ത് നീ വിഷമിക്കണ്ട. അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്ത് വഴി?
അത് 2 കാളകളെ അങ്ങ് വിൽക്കാം. പിന്നെ നിന്റെ പഠിപ്പ് മുടങ്ങാതിരിക്കാൻ വേണ്ടി ഞാൻ വിൽപത്രം എഴുതി വയ്ക്കാൻ പോവാണ്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? 7 വർഷം പഠിക്കേണ്ടത്. അതിൻ്റെ ഇടയിൽ ആർക്കൊക്കെ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. എന്നാ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്. ഞാനൊന്നും പറയുന്നില്ല. വിൽപ്പത്രം എഴുതണോ അപ്പ? വേണം. ഞങ്ങളിനി എത്ര കാലം ജീവിച്ചാലും ഉയർച്ചയൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഇനി നീയാ ഈ കുടുംബത്തിൻ്റെ അന്തസ്സ് ഉയർത്തേണ്ടത്. നമ്മുടെ കുടുംബത്തിൻ്റെ മാത്രമല്ല, പോയിലെ വൈദികൻ എല്ലാ വൈദികർക്കും ഒരു മാതൃകയാവണം. അത് കാണാനുള്ള ആയുസ് ദൈവം എനിക്ക് തന്നില്ലെങ്കിലും ഒന്നും നീ ഇടയ്ക്ക് വെച്ച് നിർത്തരുത്. അപ്പം വിഷമിക്കണ്ട. അപ്പൻ്റെ വിൻസെൻ്റ് ഒരു വൈദികനാകും. അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും ഞാൻ സഹിക്കും. എന്റെ മോനെ. മോനെ, നീ എന്താ മോനെ ഇവിടെ വന്ന് നിൽക്കുന്നേ? എല്ലാവരും അവിടെ നിന്നെ അന്വേഷിക്കേ. അമ്മേ, അപ്പനില്ലാതായപ്പോഴാണ് അപ്പൻ്റെ വില എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നത്. അപ്പനെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ക്ഷമ ചോദിക്കാൻ പോലും ഇനി എനിക്ക് കഴിയില്ലല്ലോ. നീ പറഞ്ഞത് ശരിയാ. നിന്നെ കൂടാതെ 5 മക്കൾ കൂടിയുണ്ടെന്നുള്ള വിചാരം ഒരിക്കലും അപ്പനില്ലായിരുന്നു. വാ തുറക്കുന്ന എന്നെ നിന്നെക്കുറിച്ച് പറയാനായിരുന്നു. നീ ഒരു വൈദികനായി കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു. ഡാക്സിലെ മെത്രാനിൽ നിന്നും 5ാം പട്ടം സ്വീകരിക്കാനുള്ള അനുവാദം വാങ്ങി. ഇനി താപ്സിലെ കത്തീഡ്രലിൽ വെച്ച് ഡിഹാസ് മെത്രാൻ തന്നെ പട്ടം തരും. അപ്പന്റെ ആഗ്രഹങ്ങൾ ഓരോന്നായി സാധിച്ചു കൊടുക്കുകയാണല്ലേ? വേണോ അമ്മേ? ടുളൂസിൽ ഇപ്പോൾ 2 വർഷം പഠിച്ചില്ലേ? ഇനി ഞാൻ സ്പെയിനിലേക്ക് പോകും. അവിടെ സരഗോസ കോളേജിൽ പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അമ്മ പ്രാർത്ഥിക്കണം. മോനെന്താ അങ്ങനെ പറഞ്ഞത്? അമ്മയുടെ പ്രാർത്ഥന എന്ന് നിനക്കുണ്ടാവില്ലേ? മോൻ വാ. അപ്പൻ ആഗ്രഹിച്ച പോലെ തന്നെ ഞാനൊരു വൈദികനായി. നാളെയാണ് എൻ്റെ പുത്തൻ കുർബാന. ഞാൻ അപ്പനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പൻ എന്നെ സ്നേഹിക്കുക മാത്രമാണ് ചെയ്തത്. സമ്പന്നരെ കാണുമ്പോൾ എനിക്കെന്ന് അസൂയായിരുന്നു. ഞാൻ അവരെ പോലെ ആവാൻ ആഗ്രഹിച്ചു. ഒരു സ്വപ്ന ലോകത്തായിരുന്നു ഞാനന്ന് ജീവിച്ചത്. ഇന്നെ തെറ്റുകളെല്ലാം എനിക്ക് മനസ്സിലായി. മോനെ, നീ ഇങ്ങനെ കരഞ്ഞ് അപ്പന് വിഷമാവില്ലേ? നിന്റെ കണ്ണുകൾ ഒരിക്കലും നനയരുതെന്നാണ് അപ്പൻ ആഗ്രഹിച്ചത്. പക്ഷെ ഞാൻ അപ്പന് കണ്ണുനീർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എനിക്ക് എന്റെ അപ്പനെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പന് നിന്നോട് പരിഭവമൊന്നുമില്ലായിരുന്നു. നമ്മുടെ അപ്പന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ നിനക്ക് മാത്രമാണ് കഴിഞ്ഞത്. നാളെ നീ ദിവ്യബലി അർപ്പിക്കുമ്പോൾ അപ്പൻ സ്വർഗത്തിലിരുന്ന് കാണും. ഒരുപാട് സന്തോഷിക്കും. ഞാൻ എന്നും എന്റെ പ്രാർത്ഥനയിൽ അപ്പനെ ഓർക്കും.
വിൻസെന്റിന് എപ്പർണോൻ പ്രഭുവിൻ്റെ ഒരു ക്ഷണമുണ്ടായി. മെത്രാൻ പർവി നൽകാമെന്നായിരുന്നു വാഗ്ദാനം. വിൻസെന്റ് ക്ഷണം സ്വീകരിച്ച് ബോർഡോയിലേക്ക് പോയി. പക്ഷേ പ്രഭു വാക്കു പാലിച്ചില്ല. അതിനുശേഷം ടുളൂസിലെ ഒരു വൃദ്ധ മരണസമയത്ത് സ്വത്തെല്ലാം വിൻസെന്റിന്റെ പേരിൽ എഴുതി വച്ചു. ഒരു ചെറുപ്പക്കാരൻ അതെല്ലാം കൈവശപ്പെടുത്തി. വിൻസെന്റിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വിക്രമനായ ബിരുദൻ. അയാൾ മാർസയിലേക്ക് ഒളിച്ചോടി. പാവം വിൻസെന്റ് ഏതു വിധനെയും തനിക്ക് അവകാശപ്പെട്ട സ്വത്ത് തിരിച്ചു പിടിക്കാൻ വേണ്ടി വാടകയ്ക്കെടുത്തൊരു കുതിരയെ വിറ്റു. യാത്ര ചെലവിന് പണമില്ലാത്ത കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പണം കിട്ടിയാൽ ഒരു പുതിയ കുതിരയെ വാങ്ങിക്കൊടുത്താൽ മതിയല്ലോ. എന്നിട്ട് ആ വിരുദ്ധനെ കണ്ടുപിടിച്ചോ? അവൻ 300 ക്രൗൺ കൊടുക്കുകയും ചെയ്തു. പക്ഷേ തിരിച്ചുള്ള കപ്പൽ യാത്രയിൽ വിൻസെന്റിന്റെ ജീവിതത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായൊരു വഴിത്തിരിവുണ്ടായി. അതെന്താണ് ഫാദർ? ബാർബറിയിലെ കടൽ കൊള്ളക്കാർ കപ്പൽ ആക്രമിച്ചു. ആ ഏറ്റുമുട്ടലിൽ കപ്പിത്താനടക്കം 5 പേരെയാണ് അന്നവർ കൊന്നത്. വിൻസെന്റിന്റെ കാലിൽ ഒരസ്ത്രവും തറച്ചു കയറി. എന്നിട്ട് കപ്പൽ ബാർബറി തുറമുഖത്ത് അടുപ്പിച്ചു. യാത്രക്കാരെയെല്ലാം അവർ ബന്ദികളാക്കി. ഇവരെയെങ്കിലും ഈ ബാർബറിൽ എത്തിക്കാൻ കഴിഞ്ഞത് നമ്മുടെ ഭാഗ്യം. അതെ അതെ, നല്ല ലക്ഷണമൊത്ത അടിമകളാണ്. നല്ല വില കിട്ടും. ഇന്ന് ഈ ബാർബറിയിലെ ഏറ്റവും ലാഭമുള്ള കച്ചവടം ഇത് തന്നെയാണ്, അടിമ കച്ചവടം. ഇവനെയൊക്കെ നല്ല വിലയ്ക്ക് തന്നെ വിൽക്കണം. ജീസസ്, ജീസസ്. നീ ഒരു വൈദികനാണല്ലേ? അതെ. പിന്നെന്താ ദൈവം നിന്നെ കൈവിട്ട് കളഞ്ഞത്? ഇതെന്റെ തെറ്റുകൾക്കുള്ള ശിക്ഷയാണ്. മനസ്സിലായില്ല. കുഞ്ഞുനാൾ മുതൽ ദൈവഭയത്തിലാണ് എൻ്റെ അമ്മ എന്നെ വളർത്തിയത്. അന്ന് ദൈവത്തിനെതിരായി ഞാനൊന്നും ചെയ്തിരുന്നില്ല. മറ്റുള്ളവരുടെ വേദനയും കഷ്ടപ്പാടുമായിരുന്നു എനിക്ക് ഏറ്റവും വലുത്. പക്ഷേ ഞാൻ വലുതായപ്പോൾ എന്നെക്കുറിച്ച് മാത്രം ചിന്തിച്ചു. ഒരു പ്രഭുവിനെ പോലെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു. എൻ്റെ തിരുവസ്ത്രം പണം സമ്പാദിക്കാനുള്ള മാർഗമാണെന്ന് ഞാൻ വിശ്വസിച്ചു. ഇന്നെൻ്റെ സമ്പാദ്യമെന്ന് പറയുന്നത് വലിയ കടബാധ്യതകൾ മാത്രമാണ്. എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്നില്ല. നമ്മൾ ആരും രക്ഷപ്പെടില്ല. അവർ പറഞ്ഞത് കേട്ടില്ലേ, നമ്മളെല്ലാം അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുമെന്ന്. നമ്മൾ ആ കപ്പിത്താനെ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. അയാൾ ധൈര്യം തന്നുകൊണ്ടാ ഞാൻ ആ കപ്പലിൽ കയറിയത്. ആ പാവത്തിന് എന്തിനാ വെറുതെ കുറ്റം പറയുന്നത്? ഈ തുർക്കികൾ അയാളെ കഷ്ണം കഷ്ണമായി കടലിൽ എറിഞ്ഞില്ലേ? വെറും 150 നാഴി കൂടി സഞ്ചരിച്ചാൽ നമ്മൾ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. അവർ പറഞ്ഞത് ശരിയാണ്. ഇന്നത്തെ ഏറ്റവും ആദായകരമായ ഒരു വ്യവസായമാണിത്. തുർക്കികൾ ആയുധങ്ങളുമായി ചെറിയ ചെറിയ വഞ്ചികളിൽ പതിയിരിക്കും. യാത്രക്കപ്പലുകൾ ആക്രമിക്കും, കൊള്ളയടിക്കും. പിന്നെ നമ്മളെ പോലെയുള്ള
യാത്രക്കാരെയെല്ലാം ഈ ബാർബറിയിൽ കൊണ്ടുവന്ന് വിൽക്കും. കടൽ കൊള്ളക്കാരുടെ ശക്തി കേന്ദ്രമാണ് ബാർബറി. 8 ദിവസം യാത്ര ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. ഇനി പേരും മേലുല്ലാസമില്ലാതെ മരിക്കുന്നവരെ അടിമകളായി ജീവിക്കണം. ഇവനെയൊക്കെ ഭക്ഷണം കഴിക്കാനേ കൊള്ളൂ. ഇവനെയൊക്കെ മാർബിൾ കടി ജോലി ചെയ്യാൻ കൊണ്ടുപോയാലേ നമ്മൾ തന്നെ കൊന്നുകളയേണ്ടി വരും. അതെ അതെ, കപ്പലിൽ തണ്ട് വലിക്കാൻ പോലും ഉച്ചിരില്ലാത്തവന്മാരാ. ഞാനിവരെ നഗ്നരാക്കി തെരുവിലൂടെ നടത്തുന്നത് നിങ്ങൾ കണ്ടതല്ലേ? ഈ പരിക്കുകളൊക്കെ നിസ്സാരമാ. ഇതൊക്കെ വിലപേശമുള്ള അടവുകളാ. അതൊന്നും നടക്കില്ല. നല്ല വില കിട്ടാതെ ഞാൻ കൊടുക്കില്ല. കൊള്ളാം, എനിക്ക് നിന്നെ മതി. എന്നെ വാങ്ങണ്ട, ഞാനിപ്പോ മരിക്കും. നിനക്ക് ജോലി ചെയ്യാൻ മടിയാണല്ലേ? നിന്നെ കൊണ്ട് ഞാൻ ജോലി എടുപ്പിച്ചോളാം. ഇവനെ വേണോ? വേണം, പക്ഷെ ഇവന്റെ മുറിവുകൾ കുറച്ച് ആഴമുള്ളതാ. നല്ല ചെറുപ്പമല്ലേ, 50 കൊല്ലമെങ്കിലും ജോലി ചെയ്യും. വായിവിടോ. നടക്കടങ്ങി. നടക്കടങ്ങി. എങ്ങനെയുണ്ട്? ജോലി ചെയ്യാൻ കൊള്ളാവോ? ഇവനോ? ഇവന് എന്തിനാ അവനെ തല്ലുന്നേ? ഇവന് മീൻ പിടിക്കാൻ അറിയില്ല, കടലിലിറങ്ങാൻ പേടിയുക. എന്റെ പണം നീ തൊലച്ചു. ഞാനൊരു വൈദികനാണെന്ന് പറഞ്ഞില്ലേ? മിണ്ടരുത്. നിന്നെ ഞാൻ പണം കൊടുത്ത് മേടിച്ചതാ. പണിയെടുക്കാൻ പറ്റില്ലെങ്കിൽ തല്ലിക്കൊന്നി കടലിലെറിഞ്ഞ. ഇനി നിന്നെ എനിക്ക് ആവശ്യമില്ല. നല്ല വില കിട്ടിയ കൊടുക്കും ഞാൻ. തടി ക്ഷീണിക്കരുത്. നന്നായിട്ട് ഭക്ഷണം കഴിച്ചോളണം. രാസവിദ്യാ വിദഗ്ധന് ഒരു അടിമയെ ആവശ്യമുണ്ടെന്ന് കിട്ടും. ഇവനെ അയാൾക്ക് കൊടുത്താൽ നല്ല വില കിട്ടും. ആർക്ക് വേണമെങ്കിലും കൊടുത്തേക്കാം ഈ നാശത്തിന്. എനിക്ക് എന്റെ പണം തിരിച്ചു കിട്ടിയാൽ മതി. അയാളിപ്പോ ഇവിടെ എത്തും. വരട്ടെ. ഇനി നമ്മൾ പുതിയൊരു കണ്ടുപിടുത്തമാണ് നടത്താൻ പോകുന്നു. നമ്മൾ മാറ്റു കുറഞ്ഞ വെള്ളിയെ നല്ല വെള്ളിയാക്കി മാറ്റുന്നു. എന്നിട്ടത് സാധാരണക്കാർക്ക് വിൽക്കും. അതെങ്ങനെയാണ്? ഞാനൊരു 12 ചൂളകൾ നിർമ്മിച്ചിട്ടുണ്ട്.
അതിൽ തീ അണയാതെ കത്തിക്കേണ്ട ജോലി നിനക്കാണ്. ഞാൻ ചെയ്തോളാം. അദ്ദേഹം വിൻസെന്റ് പോളിനെ ഒരിക്കലും ഒരടിമയായി കണ്ടിരുന്നില്ല, അല്ലേ? ഇല്ല, വിൻസെന്റ് അദ്ദേഹത്തിൻ്റെ ഒരു നല്ല സുഹൃത്തായിരുന്നു. പല ഒറ്റമൂലി ചികിത്സകളും അദ്ദേഹം വിൻസെന്റിനെ പഠിപ്പിച്ചിട്ടുമുണ്ട്. അതിനെക്കുറിച്ചുള്ള രേഖകളൊക്കെ പിന്നീട് ചരിത്രകാരന്മാർ കണ്ടെത്തിയിട്ടുമുണ്ട്. അയാളുടെ മരണശേഷം വിൻസെന്റ് എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ മരുമകൻ വിൻസെന്റിനെ ഒരു സമ്പന്നന് വിറ്റു. വില്യം ഗൗസിയർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. വില്യം ഗൗസിയർ ഒരു ഫ്രാൻസിസ്കൻ സന്യാസിയായിരുന്നു. മതം മാറി മുഹമ്മദീയനായി. 3 ഭാര്യമാരുണ്ട്. ടുണീസിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ സുഖജീവിതം. വിൻസെന്റ്, എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു അവൾക്ക് എന്നോട് പുച്ഛമാണെന്ന്. എന്റെ 3 ഭാര്യമാരും എനിക്കെതിരാവുകയാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത്? അങ്ങ് ദൈവത്തെ തള്ളി പറഞ്ഞതിലും വലുതാണോ അങ്ങയുടെ ഭാര്യമാർ അങ്ങയെ തള്ളി പറഞ്ഞത്? നീ പറഞ്ഞത് ശരിയാണ്. ഒരിക്കലും തിരുത്താൻ കഴിയാത്ത ഒരു തെറ്റാണ് ഞാൻ ചെയ്തത്. തിരുത്താൻ കഴിയാത്ത തെറ്റില്ല. ഇല്ല വിൻസെന്റ്, എന്റെ സുഖത്തിനു വേണ്ടി തിരുവസ്ത്രം പോലും ഉപേക്ഷിച്ചവനാണ് ഞാൻ. ആ തിരുവസ്ത്രം അങ്ങേക്കൊരു ബാധ്യതയായിരുന്നു. അതാ അത് ഉപേക്ഷിക്കാൻ തോന്നിയത്. അല്ല, ഞാൻ സാത്താന്റെ പ്രലോഭനങ്ങൾക്ക് കീഴ്പ്പെട്ടു പോയി. എന്നാ സാത്താനോട് മാറി നിൽക്കാൻ പറയണം. എന്നിട്ട് ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരണം. നീ എന്താ എന്റെ തെറ്റിനിങ്ങനെ നിസ്സാരമായിട്ട് കാണുന്നത്? നിനക്കെന്നോട് വിധേയത്വമുള്ളത് കൊണ്ടാണോ? അല്ല, പിന്നെ എൻ്റെ ദൈവത്തിൽ എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ട്. വിൻസെന്റ്, ഞാൻ തിരിച്ചു വന്നാൽ സഭ എന്നെ സ്വീകരിക്കുമോ? തീർച്ചയായും. പക്ഷേ അത് പാറ പോലെ ഉറച്ച തീരുമാനമായിരിക്കണം. ഞാൻ വരാം. എത്രയും പെട്ടെന്ന് നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടണം. മതിയായി. വില്യം ഗൗസിയർ എന്ന ഞാൻ ദൈവത്തിനും ക്രൈസ്തവ സഭയ്ക്കുമെതിരെ പാപം ചെയ്തു. തിരുവസ്ത്രം ഉപേക്ഷിച്ച് സാത്താൻ ചൂണ്ടിക്കാണിച്ചു തന്ന വഴികളിലൂടെ സഞ്ചരിച്ചു. എന്നാൽ ഇന്ന് എന്റെ തെറ്റുകൾ ബോധ്യപ്പെട്ട് അനുദപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. നാം പത്രോസ്ലീഹായുടെയും പൗലോസ്ലീഹായുടെയും തിരുനാൾ ആഘോഷിക്കുന്ന സുദിനമാണിന്ന്. ഈ സുദിനത്തിൽ പേപ്പൽ പ്രതിനിധിയായ പീറ്റർ മൊണ്ടോറിയോ എന്ന ഞാൻ ദൈവനാമത്തിൽ ഈ അനുതാപിക്ക് പാപമോചനം നൽകുകയും തിരുസഭയിലേക്ക് വീണ്ടും സ്വീകരിച്ചതായും പ്രഖ്യാപിക്കുന്നു.
വിൻസെന്റ്, ദൈവമുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താണ് ദൈവത്തെ കാണാൻ കഴിയാത്തത്? ഡോക്ടർ, അവിശ്വാസത്തെ തോൽപ്പിക്കാൻ വിശ്വാസത്തിനെ കഴിയും. ഇല്ല വിൻസെന്റ്, ഈ ദൈവമെന്ന് പറയുന്നത് വെറും ഒരു സങ്കല്പം മാത്രമാണ്. നമ്മെ പാപത്തിൽ നിന്ന് അകറ്റി നിർത്താനുള്ള വെറും ഒരു തന്ത്രം. പാപം ചെയ്യാതിരിക്കുന്നതല്ലേ നല്ലത്? പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? സുഖജീവിതം, എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ദൈവത്തെ പേടിക്കേണ്ട, തിരുസഭയെ പേടിക്കേണ്ട, ആരെയും പേടിക്കേണ്ട. ദൈവമേ, ഇവന്റെ എല്ലാ മാനസിക വ്യതകളും ഞാൻ ഏറ്റെടുക്കുകയാണ്. ഇവനിൽ ആവേശിച്ചിരിക്കുന്നതെല്ലാം നീ എന്നിലേക്ക് പകരുക. തെളിഞ്ഞ ജലാശയം പോലെ നിന്റെ ഈ മകന്റെ മനസ്സ് നീ ശാന്തമാക്കണമേ. ആമേൻ. വിൻസെന്റ്, നിന്റെ പ്രാർത്ഥന ഫലിച്ചു. എനിക്കിപ്പോ നല്ല സമാധാനം തോന്നുന്നുണ്ട്. ഞാൻ ഇതുവരെ എന്തൊക്കെയാ പറഞ്ഞത്? നിനക്ക് വല്ലതും ഓർമ്മയുണ്ടോ? ഇല്ല, എനിക്കൊന്നും ഓർമ്മയില്ല. നന്നായി, ഞാനൊന്ന് കുളിക്കട്ടെ. നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. എന്റെ യേശുവേ, ഞാൻ അങ്ങേക്കുള്ളതാണ്. അങ്ങയുടെ ആണിപ്പഴുതുകളിലൂടെ ഇറ്റിറ്റ് വീണ ഓരോ തുള്ളി രക്തവും എന്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കാൻ അങ്ങ് പകർന്നു തന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ കുരിശുമരണം എന്നിലെ പാപത്തിന്റെ പരിഹാരമാണെന്ന് ഞാൻ അറിയുന്നു. എന്റെ നാഥ, ഞാനിതാ അങ്ങ് തൃപ്പാദങ്ങളിൽ എന്നെ സമർപ്പിക്കുന്നു.
പിതാവേ, സ്നേഹവന്ദനം. വിൻസെന്റ്, നീ വന്നോ? ഞാൻ പറഞ്ഞില്ലേ എല്ലാം ശരിയാകുമെന്ന്. ഒരു വൈദിക സംഘം സ്ഥാപിക്കാനുള്ള ഞങ്ങളുടെ എല്ലാ ശ്രമങ്ങളും വിജയിച്ചു. ഓറട്ടറിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ക്ലിഷി ഇടവകയുടെ വികാരി ഫാദർ ഫ്രാങ്കോയി രാജിവെക്കുകയും ചെയ്തു. ഫ്രാങ്കോയി എൻ്റെ സുഹൃത്താ. ഞാൻ പറഞ്ഞിട്ടാ രാജിവെച്ചത്. എന്തിനാണെന്നറിയാമോ? നിനക്ക് വേണ്ടി. നീ ക്ലിഷി ഇടവകയുടെ വികാരിയായി ചാർജ് എടുക്കണം. ഒരു ഗ്രാമീണ ഇടവകയാണ് ക്ലിഷി. പാരീസിന്റെ അതിർത്തി പ്രദേശം തന്നെയാണ്. ഇടവകക്കാരാണെങ്കിൽ ദരിദ്രരിൽ ദരിദ്രർ. ഇനി നീയാണ് അവരുടെ വികാരി. ഞാൻ അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു. വിൻസെന്റ് അച്ഛനല്ലേ? അതെ. ഇനിതാ അച്ഛൻ വരുമെന്ന് ഫ്രാങ്കോ അച്ഛൻ പറഞ്ഞിരുന്നു. അച്ഛൻ ഇത് ആദ്യത്തെ നിയമനമല്ലേ? അതെ, ബെറൂൾ പിതാവിന്റെ ശുപാർശയാണ്. അച്ഛൻ്റെ നാടെവിടെയാ? എന്ന കുഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. ഒരു സാധാരണ കർഷക കുടുംബത്തിൽ. ഈ കൃഷിയിൽ ഭൂരിഭാഗം പേരും കൃഷി ചെയ്താണ് ജീവിക്കുന്നത്. നമ്മുടെ ഇടവകയിൽ എത്ര കുടുംബങ്ങളുണ്ട്? 600 കുടുംബങ്ങളുണ്ട്. പക്ഷേ ഇടവക പള്ളിയുടെ അവസ്ഥ കുറച്ച് മോശം. അതെന്ത് പറ്റി? നല്ല പഴക്കമുള്ള പള്ളിയാ. എപ്പോഴാ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നതെന്ന് പറയാൻ പറ്റില്ല. പള്ളി ഒന്ന് പുതുക്കി പണിയണം. അച്ഛൻ വിചാരിച്ചാൽ നടക്കും. നമുക്ക് പുതുക്കി പണിയാം. ഫ്രാങ്കോച്ചൻ നല്ലവനായിരുന്നു. ക്ലിഷിയെ ഒരുപാട് സ്നേഹിച്ചു. ഓറട്ടറിയുടെ പ്രവർത്തനങ്ങൾക്ക് അച്ഛനെ പോലുള്ളവരെ ആവശ്യമാണ്. ആട്ടെ, ഇനി ഒരുപാട് ദൂരമുണ്ടോ പള്ളിയിലേക്ക്? അത് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അച്ഛൻ ഈ കൃഷിയുടെ സൗഭാഗ്യമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവപരിപാലനയുടെ കരങ്ങൾക്കുള്ളിലും യേശുവിനെ പിഞ്ചുന്നുകൊണ്ടുള്ള ആത്മപരിത്യാഗത്തിലും ദരിദ്ര സേവനത്തിനായി ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നതിനേക്കാൾ നമ്മുടെ നിത്യസൗഭാഗ്യത്തെ ഉറപ്പിക്കുന്ന കൂടുതൽ ശ്രേഷ്ഠമായ വേറൊരു മാർഗമില്ല. വിശുദ്ധൻ ഇടവകക്കാർക്ക് കൊടുത്ത വാക്കു പാലിച്ചു. ദേവാലയം പുതുക്കി പണിതു. ഒരു കുടുംബം പോലെ ഇടവക ജനങ്ങളെല്ലാം അച്ഛനോടൊപ്പം നിന്നു. ക്ലിഷി ഇടവക മറക്കാൻ കഴിയാത്തൊരു നോവായി എപ്പോഴും വിൻസെന്റ് ഇപ്പോളിന്റെ മനസ്സിലുണ്ടായിരുന്നു, അല്ലേ? ശരിയാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വിശുദ്ധൻ ക്ലിഷിയുടെ വികാരമായി മാറി. മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച എല്ലാവരും കുമ്പസാരിക്കണം. സങ്കീർത്തനങ്ങൾ ആലപിക്കുന്നതിൽ അവർ അച്ഛനെ കടത്തിവെട്ടി. സമ്പന്നനും കർഷകനും ചെരുപ്പുകുത്തിയും എല്ലാം അച്ഛൻ ഒരുപോലെയായിരുന്നു. അന്നൊരിക്കൽ ഡി റൈറ്റ്സ് കർദിനാൾ അച്ഛനോട് ചോദിച്ചു, കൃഷിയിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന്. അച്ഛൻ പറഞ്ഞു, അല്ലയോ തിരുമേനി, ഞാൻ എത്രമാത്രം സന്തോഷവാനാണെന്ന് പറഞ്ഞറിയിക്കുക വിഷമം. മാർപ്പാപ്പയ്ക്കോ അങ്ങയ്ക്കോ എനിക്കുള്ള അത്രയും സന്തോഷമില്ലെന്ന് എനിക്ക് തോന്നാറുണ്ട്. വിശുദ്ധൻ എത്ര കാലം ക്ലിഷിയിലുണ്ടായിരുന്നു? അധികകാലം അവിടെ തുടരാൻ കഴിഞ്ഞില്ല. ബെറൂൾ പിതാവ് തിരിച്ചു വിളിച്ചു കോണ്ടി പ്രഭുവിൻ്റെ കൊട്ടാരത്തിലേക്ക്. നല്ല മിടുക്കന്മാരായ പിൻഗാമികളെ ഏൽപ്പിച്ചിട്ടാണ് അച്ഛൻ പോയത്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ക്ലിഷിയിൽ വരുമായിരുന്നു. 1626 അച്ഛൻ കൃഷിയുമായുള്ള ബന്ധം പൂർണ്ണമായും ഉപേക്ഷിച്ചത്.